ഹായ്, എൻ്റെ പേര് സിൻ ശരണ്യ. ഞാൻ ഇൻ്റർനാഷണൽ സർട്ടിഫൈഡ് സൂംബ ഇൻസ്ട്രക്ടറാണ്, കൂടാതെ ഫിറ്റ്നസ് ട്രെയിനറും കൂടിയാണ്. നമ്മൾ സൂംബ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം. കാർഡിയോ വാസ്കുലാർ എൻഡ്യൂറൻസ് ഇമ്പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സൂംബ ഉപയോഗിക്കുന്നത്, സൂംബ ചെയ്യുന്നത്. കൂടാതെ ലങ്സ് കപ്പാസിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നതിനും സ്ട്രെസ് റിലീഫിനും നമ്മൾ ഒബിസിറ്റി കുറയ്ക്കുന്നതിനും വെയിറ്റ് ലോസിനും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ സൂംബ സാധാരണയായിട്ട് ഉപയോഗിച്ച് വരുന്ന ഒരു ഫിറ്റ്നസ് പ്രോഗ്രാമാണ്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളടുത്ത് സംസാരിക്കാൻ പോകുന്നത് ടീനേജേഴ്സിൻ്റെ ഇടയ്ക്ക് എങ്ങനെയാണ് സൂംബ എഫക്റ്റീവ് ആവുന്നതെന്നാണ്. ടീനേജേഴ്സ് എന്ന് പറയുമ്പോൾ ഇന്ന് ഏറ്റവും കൂടുതൽ സ്ട്രെസ്സ് ഭാരം ഏറി നടക്കുന്ന ആൾക്കാരാണ്. പിന്നെ അവർ ഔട്ട്സൈഡ് ഫുഡും ഒരുപാട് യൂസ് ചെയ്യുന്ന ആൾക്കാരുമാണ് ടീനേജേഴ്സ് എന്ന് പറയുമ്പോഴത്തേനും. കാരണം അവരുടെ വർക്കിംഗ്, അവരുടെ പഠിത്തം, ഇതൊക്കെ കാരണമാണ് അവർ ഔട്ട്സൈഡ് ഫുഡ് ഇതൊക്കെ യൂസ് ചെയ്യുന്നതും അവർക്ക് ആവശ്യത്തിൽ കൂടുതൽ സ്ട്രെസ്സൊക്കെ ഉള്ളതാണ്. അത് കാരണം ഉണ്ടാകുന്ന PCOD എന്ന് പറയുന്ന അസുഖം ഇന്ന് വ്യാപകമായിട്ട് കണ്ടുവരുന്നുണ്ട്. കൂടാതെ കുട്ടികളിലും സ്ത്രീകളിലും പുരുഷന്മാരിലും ഉണ്ടാകുന്ന വയറിലുണ്ടാകുന്ന കുരുക്കൾ, പിന്നെ ഒബിസിറ്റി കണ്ടീഷൻ, ഫാറ്റി ലിവർ, ഇതെല്ലാം ഇന്നത്തെ കാലത്ത് ടീനേജേഴ്സിനെ അഫക്റ്റ് ചെയ്യുന്ന പ്രോബ്ലംസ് ആണ്. ഇതൊക്കെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അവർക്ക് ഈ സ്ട്രെസ് എവിടെ കൊണ്ട് കളയണമെന്ന് അറിയില്ല. കാരണം അവർ രാവിലെ മുതൽ വൈകുന്നേരം വരെ വർക്ക് ചെയ്തിട്ട് ആ സ്ട്രെസ് എവിടെ കൊണ്ട് കളയണമെന്നറിയാതെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ട്. അവർക്ക് വേണ്ടിയിട്ടും കൂടെയാണ് നമ്മൾ ഇന്ന് വളരെ ലളിതമായ രീതിയിൽ ഫിറ്റ്നസ് പ്രോഗ്രാമായ സൂംബ മുന്നോട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മുടെ ഗവൺമെൻറ് ഇപ്പോൾ കുട്ടികൾ സ്കൂൾ തലങ്ങൾ മുതൽ സൂംബ ഇൻട്രൊഡ്യൂസ് ചെയ്ത് വരുന്നത്, പുതിയ പ്രോഗ്രാംസ് കൊണ്ടുവരുന്നത്. സൂംബ ഗവൺമെൻറ് സ്കൂളുകളിലും മറ്റ് സ്കൂൾ തലങ്ങളിലുമൊക്കെ സൂംബ വളരെ വിപുലമായ രീതിയിൽ തന്നെ മുന്നോട്ട് വരുന്നുണ്ട്. അതുപോലെ മറ്റ് മേഖലകളിലും കോളേജ് തലങ്ങളിലും ഒക്കെ സൂംബ വരുന്നതിന് കാരണം തന്നെ ടീനേജേഴ്സിനും കുട്ടികൾക്കും ഇടയിൽ ഇങ്ങനെ ഉണ്ടാകുന്ന ഫാറ്റി ലിവർ പോലുള്ള അസുഖങ്ങൾ, ഒബീസിറ്റി കണ്ടീഷൻസ്, ഇതെല്ലാം മാറുന്നതിന് വേണ്ടിയിട്ടും അവരെ കുറച്ചുകൂടെ സ്ട്രെസ് റിലീഫാക്കി ഹോർമോൺ ബാലൻസ് ചെയ്ത് തൈറോയിഡ് പോലെയുള്ള ഹോർമോൺസിൻ്റെ ഇൻബാലൻസിങ് ഇതെല്ലാം മാറ്റി അവരെ ഒരു നേരം പുതിയ ലോകത്തേക്ക്, വലിയൊരു തലമുറയെ പടുത്തുയർത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം നമ്മൾ നടത്തുന്നുണ്ട്. സോ ഇന്നത്തെ കാലത്ത് ഈ ഒരു ഫിറ്റ്നസ് പ്രോഗ്രാം എന്ന് പറയുന്നത് വളരെ എൻജോയബിൾ ആണ്. അതിൽ നമ്മൾ സോങ്സും കാര്യങ്ങളും ഇട്ട് പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് സ്ട്രെസ് റിലീഫായിട്ട് വലിയൊരു ലോകത്തെ സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ശ്രമം നടത്തുന്നുണ്ട്. സോ നമുക്ക് പോകാനുള്ളത് അടുത്ത് നമുക്ക് ലൈവായിട്ട് എങ്ങനെ ഒരു സൂംബ സെക്ഷൻ നമ്മൾ നടത്തുന്നു എന്നുള്ളതാണ് നമ്മൾ കാണിക്കാൻ വേണ്ടി പോകുന്നത്. ഹായ്, എൻ്റെ പേര് ആർഷ. ഞാൻ മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്.
ഞാൻ ഇവിടെ ഈ സ്ഥാപനത്തെ പറ്റി അറിയുന്ന എൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണ് ഞാൻ അറിയുന്നത്. ഞാൻ അത് തിരക്കാനുള്ള മെയിൻ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ എനിക്ക് PCOD ഇഷ്യൂസ് ഉണ്ടായിരുന്നു. കാരണം നല്ല രീതിക്ക് എന്നോട് എനിക്ക് വെയിറ്റ് ഗെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്ക് എൻ്റെ പീരീഡ്സ് കറക്റ്റ് അല്ലായിരുന്നു. എനിക്ക് നല്ല രീതിക്ക് മൂഡ് സ്വിങ്സ് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോഴാണ് എനിക്കിഷ്ടം ഡാൻസ് ചെയ്യാനാണ്. പലരും എനിക്ക് പല കാര്യങ്ങളും സജസ്റ്റ് ചെയ്തായിരുന്നു. ഡോക്ടേഴ്സിൻ്റെ അതിൽ മെഡിസിൻ എടുത്താൽ പോരെ, അല്ലെങ്കിൽ ജിമ്മിൽ പോയാൽ പോരെ, വർക്കൗട്ട് ചെയ്താൽ പോരെ എന്നുള്ളത്. പക്ഷേ എനിക്ക് ഡാൻസ് ഇഷ്ടമാണ്. ചെയ്യാൻ അറിയില്ലെങ്കിൽ എനിക്ക് ഡാൻസ് ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ സുംബ എന്നൊരു സംഭവത്തിനോട്ട് കൂടുതൽ പ്രയോറിറ്റി കൊടുത്തത്. അങ്ങനെ അന്വേഷിച്ച് ഞാൻ ഇവിടെ വരികയായിരുന്നു. ഇവിടെ വന്ന് സിൻ ശരണ്യ പുള്ളിക്കാരി എന്നെ നല്ല രീതിക്ക് മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ഓരോ ഡൗട്ട് ചോദിക്കുമ്പോൾ പറഞ്ഞു തരാനായിരുന്നില്ല. എൻ്റെ ഫുഡ് ഹാബിറ്റ്സ് ഇന്ന കാര്യങ്ങൾ മാറ്റണം, അല്ലെങ്കിൽ ഇന്നത് ആഡ് ചെയ്യണം, ഏതൊക്കെ കൂടുതൽ എടുക്കണ്ട എന്നുള്ളത് അവൾ എനിക്ക് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. ഇവിടെ വന്നതിന് ശേഷം എനിക്കുണ്ടായ ഏറ്റവും വലിയ ഒരു ചേഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നല്ല രീതിക്ക് എനിക്ക് വെയിറ്റ് ലോസ് ഉണ്ടായി. എൻ്റെ ബോഡി അത്യാവശ്യം നല്ല രീതിക്ക് ഇപ്പോൾ ഫ്ലെക്സിബിൾ ആവുന്നുണ്ട്. ഞാനൊരു 6-7 കിലോയോളം ഇപ്പോൾ എനിക്ക് ലോസ് സംഭവിച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ ബോഡി നല്ല രീതിക്ക് ഫ്ലെക്സിബിളായി എനിക്ക് നല്ലോണം ഇപ്പം മൂവ്മെൻറ്റ്സ് എനിക്ക് ചെയ്യാൻ കഴിയുന്നുണ്ട്. മുന്നേ എനിക്ക് 2 സ്റ്റെപ്പ്, അതായത് 2 ഡാൻസൊക്കെ കഴിയുമ്പോൾ അല്ലെങ്കിൽ 2 വർക്കൗട്ട് കഴിയുമ്പോൾ ഞാൻ പെട്ടെന്ന് ടയേർഡ് ആവുമായിരുന്നു. ഇപ്പോൾ അത്രയില്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ മുന്നോട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഹായ്, എൻ്റെ പേര് പാർവതി. ഞാൻ റിസർച്ച് ഫീൽഡാണ്. അപ്പോൾ റിസർച്ച് ഫീൽഡാകുമ്പോൾ അതിൻ്റെ ഒരു പേപ്പർ റൈറ്റിങ്ങും സബ്മിഷനും ഒക്കെ ആയിട്ട് ആകെ ഒരു സ്ട്രെസ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, ഒരു സ്ട്രെസ് റിലീവിങ് ഓപ്ഷനായിരുന്നു എൻ്റെ മനസ്സിലാദ്യം. അപ്പോൾ ആദ്യമായിട്ട് വരുന്നത് ജിമ്മിൽ പോകാമെന്നുള്ളതായിരുന്നു. അപ്പോൾ ജിമ്മ് പിന്നെ നോക്കിയപ്പോഴേക്കും എനിക്ക് ഒരു കംഫർട്ടബിളായിട്ട് തോന്നിയില്ല. കാരണം പെട്ടെന്ന് ഞാൻ സ്കിപ്പ് ചെയ്യാനുള്ളൊരു സാധ്യത കണ്ടു. പിന്നെ ഒരു ഓപ്ഷൻ ഉണ്ടോയെന്ന് വെച്ചാൽ, പണ്ട് മുതലേ ഡാൻസൊക്കെ കളിക്കുമായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടൊരു സുംബ ഓപ്ഷനായിട്ട് എടുത്തുകൂടാന്ന് ഞാനിങ്ങനെ ആലോചിച്ചു. അപ്പോൾ ഞാൻ അങ്ങനെ തിരഞ്ഞു വന്നപ്പോൾ എനിക്ക് അധികം തിരയേണ്ടി വന്നില്ല. കാരണം ഇവിടുത്തെ ഇൻസ്ട്രക്ടർ സിൻ ശരണ്യ എൻ്റെ ഫ്രണ്ട് കൂടിയാണ്. അപ്പോൾ അങ്ങനെ ഞാൻ അധികം ആലോചിക്കാതെ ഇവിടെ വന്ന് കോച്ചിങ് ഒക്കെ എടുത്തു. അപ്പോഴേക്കും ഞാൻ കുറച്ചെനിക്ക് നല്ലോണം റിലീഫ് തോന്നി. ആ ഒരു പ്രോസസ്സിൽ നിന്ന്, ഒരു റിസർച്ച് ആ ഒരു പ്രോസസ്സിൽ നിന്നും എനിക്ക് കുറച്ചുകൂടി ഒരു ഹാപ്പിയർ എൻവയോൺമെൻറ്റ് പോലെ തോന്നി. അങ്ങനെ ഞാൻ ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് വരാൻ തുടങ്ങി. പോരാത്തതിന് റിസർച്ച് ആകുമ്പോഴേക്കും ഞാൻ ഇരുന്ന് ഒരു ഫിസിക്കൽ അധികം മൂവ്മെൻറ്റ്സ് ഒന്നും ഇല്ലാത്ത ഒരു വർക്കായിരുന്നു എൻ്റെ. അപ്പോൾ അങ്ങനെ വന്നപ്പോഴേക്കും വെയിറ്റ് ഗെയിനിങ് ഉണ്ടായി. അപ്പം പ്രോപ്പർ ന്യൂട്രീഷനോ അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു. അപ്പം അങ്ങനെ വന്നപ്പോൾ ഇവിടെ വന്നിട്ട് ഞാൻ ശരണ്യയുടെ അടുത്തുനിന്ന്, അതായത് സിൻ ശരണ്യയുടെ അടുത്തുനിന്ന് ഞാനിങ്ങനെ ന്യൂട്രീഷൻ്റെ കുറേ എനിക്ക് ടിപ്സൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഫോളോ ചെയ്തു. പിന്നെ പോരാത്തതിന് ഇവിടെ വന്നതിന് ശേഷം ഈ ഒരു സിൻ ഫാമിലി എനിക്ക് ഭയങ്കര കംഫർട്ടിങ് ആയിരുന്നു. അപ്പോൾ അത് മാത്രമല്ല, നമ്മളിവിടെ സെലിബ്രേഷൻസും ഒക്കെ ആയിട്ട് ഭയങ്കര ചിൽ ഒരു വൈബിങ് ആണ് എപ്പോഴും.
അപ്പോൾ അതെനിക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് ആയിട്ട് തോന്നി. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പം സ്ഥിരമായിട്ട് വരാറുണ്ട്. പോരാത്തതിന് എനിക്ക് നല്ല ഒരു ഫീൽഡിൽ നിന്ന് നല്ലൊരു ബ്രേക്കായിരുന്നു ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ കിട്ടിയത്. പോരാത്തതിന് വെയിറ്റ് ലോസും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ എനിക്ക് മൊത്തത്തിൽ സിയ ഫാമിലി എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ സുംബ എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു ഹാപ്പി പ്ലേസ് ആണ്. ഹായ്, എൻ്റെ പേര് ലിനി എന്നാണ്. മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നു. വിസ്മയിൽ വന്നപ്പോഴാണ് ഇവിടെ ഒരു സിയ ബോർഡ് കണ്ട് ഇവിടെ വന്നത്. ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു, മുട്ടിൻ്റെ പെയിനൊക്കെ ആയിട്ട്. അപ്പം ഞാനൊരു ഡാൻസർ അല്ല ബേസിക്കലി. അപ്പം ഇവിടെ ഞങ്ങളുടെ ഇൻസ്ട്രക്ടർ സിയ ഫാമിലിയിലെ സിൻ ശരണ്യ ഉണ്ടായിരുന്നു. സിൻ ശരണ്യയോട് ഞങ്ങൾ ചോദിച്ചു, ഞങ്ങൾക്ക് ഡാൻസ് അറിയില്ല, മുട്ടുവേദനയുണ്ട്, സൂംബ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അപ്പം പുള്ളിക്കാരി പറഞ്ഞു ട്രയൽ ചെയ്ത് നോക്കാം. അങ്ങനെ ട്രൈ ചെയ്ത് ആദ്യത്തെ സെഷൻ കഴിഞ്ഞപ്പോഴത്തേനും പതുക്കെ ഫ്ലെക്സിബിളായി പതുക്കെ ചെയ്തു തുടങ്ങി. അങ്ങനെ 4 വർഷമായി ഞാൻ ഇവിടെ ജോയിൻ ചെയ്തിട്ട്. വളരെ മെൻ്റലി ഫിസിക്കലി ഭയങ്കരമായ അച്ചീവ്മെൻ്റാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. കാർഡിയാക്ക് സംബന്ധമായിട്ടും അതുപോലെ തന്നെ മെൻ്റൽ പ്ലഷറും കൂടെ ബോത്ത് ടുഗദർ കൊണ്ടുപോകുന്നൊരു എക്സസൈസാണിത്. ഇത്രയും വർഷങ്ങളായിട്ട് ഞാൻ ചെയ്യുന്നത് കൊണ്ട് എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് പറയാനുള്ളത്, ഇത്രയും നല്ലൊരു ട്രെയിനർ സിൻ ശരണ്യയാണ്. അവളുടെ കീഴിൽ ട്രെയിൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇത്രയും നല്ലൊരു അച്ചീവ്മെൻ്റാണ് എനിക്ക് വന്നിട്ട്. നല്ല ഗെയിൻ, എനിക്ക് നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു, അത് ഒത്തിരി റെഡ്യൂസ് ചെയ്തു. ബോഡി ഒത്തിരി ഫ്ലെക്സിബിളായി. ഡാൻസർ അല്ലാത്ത ഞാൻ വളരെ നന്നായിട്ട് ഇപ്പം അത് ഫ്ലെക്സിബിളായിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനത്തെ പിന്നെ മെൻ്റലി ആണെങ്കിലും ഭയങ്കര സ്ട്രെസ് റിലീസാണ്. ഇവിടെ വരുന്ന എല്ലാവരും തന്നെ പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ കൊണ്ടുവരുന്ന സ്ട്രെസ് ഇവിടെ കളഞ്ഞിട്ട് വീട്ടിലോട്ട് തിരികെ പോകുന്നു എന്നുള്ളതാണ്. അത്രയും ഹാപ്പിലി നമുക്കത് ചെയ്യാൻ പറ്റുന്നു.